സമരം ഒരു വരുമാന മാർഗമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ജാസ്മിൻ ഷാ. നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന നഴ്സുമാരെ ഉപയോഗിച്ച് പണം പിരിച്ച് പുട്ടടിക്കുമ്പോഴാണ് സമരത്തിന്റെ പുതിയ അഴിമതി മാർഗത്തിന് തിരിച്ചടി നേരിടുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ പ്രളയകാലത്ത് നഴ്സുമാരിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെന്ന് പറഞ്ഞ് പിരിച്ചെടുത്ത തുകയും പുട്ടടിച്ചതായാണ് പുതിയ ആരോപണം. പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ നഴ്സിംഗ് സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത തുക ഇതുവരെ അടച്ചിട്ടില്ലെന്ന് ജാസ്മിൻ ഷാ സമ്മതിച്ചത് ചാനൽ ചർച്ചയിലാണ്. പിരിച്ചെടുത്ത തുക അടച്ചു എന്ന് ന്യൂസ് അവർ ചർച്ചയ്ക്കിടയിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം ജാസ്മിൻ ഷായോട് ചോദിച്ചത്. എന്നാൽ ഏറെ നേരം ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതെ ജാസ്മിൻ ഷാ ഉരുണ്ടുകളിക്കുകയായിരുന്നു. ചർച്ച നയിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ ബിനു ബി ജോണും എ റഹീമും ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പണം ഇതുവരെ അടച്ചിട്ടില്ലെന്ന് ജാസ്മിൻ ഷാ സമ്മതിച്ചത്. പണം അടയ്ക്കാതിരുന്നതിന് ജാസ്മിൻ ഷാ നൽകിയ വിശദീകരണവും വിചിത്രമായിരുന്നു. UN സംസ്ഥാന സമ്മേളനത്തിലാണ് പണം കൈമാറാൻ നിശ്ചയിച്ചത്. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ്സായിയെ കൊണ്ടുവന്ന് പണം കൈമാറാനായിരുന്നു തീരുമാനം. പക്ഷേ അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മലാല യൂസഫ്സായിക്ക് ഇന്ത്യയിലെത്താൻ കേന്ദ്ര സർക്കാർ അനുമതിയും നൽകിയില്ല. അതോടെ സമ്മേളനം നീട്ടിവെക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രളയ ദുരിതാശ്വാസം കൈമാറാനായില്ല. എത്ര പണമാണ് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തുള്ള മലയാളി നഴ്സിംഗ് സമൂഹത്തിൽ നിന്നും പിരിച്ചെടുത്തത് എന്നതിനും വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. 11 ലക്ഷം രൂപയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ജാസ്മിൻ ഷാ പറഞ്ഞപ്പോൾ 28 ലക്ഷം രൂപയെന്ന് ജാസ്മിൻ ഷായ്ക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്ന UN നേതാവ് CP മുകേഷ് തിരുത്തി. പ്രളയ ദുരിതാശ്വാസത്തിനായി പിരിച്ച പണത്തിൽ UN നേതൃത്വം കടുത്ത അഴിമതിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം പ്രതികരിച്ചു. ദുരിതാശ്വാസത്തിനായി പിരിച്ച ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ അതിന്റെ പലിശ ആരെടുക്കുമെന്നായിരുന്നു റഹീമിന്റെ ചോദ്യം. കടുത്ത അഴിമതി ഇതിന് പിന്നിലുണ്ടെന്നും ഡിവൈഎഫ്ഐ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയാണെന്നും എ റഹീം പറഞ്ഞു. ലോകമെങ്ങുമുള്ള മലയാളി നഴ്സിംഗ് സമൂഹം സ്വന്തം അധ്വാനത്തിൽ നിന്ന് നീക്കിവെച്ച പൊതുപണത്തിന് കേരള സമൂഹത്തോട് UN ഉത്തരവാദിത്തം പറയേണ്ടി വരും. അണപൈസ വ്യത്യാസമില്ലാതെ ഈ പണത്തിന് UN നേതൃത്വം കണക്ക് പറയേണ്ടി വരുമെന്നും റഹീം പറഞ്ഞു. ഏത് അന്വേഷണവും നേരിടാൻ സംഘടന തയ്യാറാണെന്നും വരവ് ചെലവ് കണക്കുകൾ കൃത്യമാണെന്നുമായിരുന്നു ജാസ്മിൻ ഷായുടെ ആവർത്തിച്ചുള്ള മറുപടി. ഇനി പുറത്തു വരാനിരിക്കുന്നത് സമരം ചെയ്ത ആശുപത്രി മുതലാളിമാരുമായി ജാസ്മിൻ ഷാ ഒത്തുകളിച്ചു എന്നതാണ്. സ്വാഭാവികമായും അത്തരമൊരു അന്വേഷണത്തിന് എല്ലാ സാധ്യതകളുമുണ്ട്. സാധാരണ സമരങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു മുഖമുണ്ട്. ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവരുമായി ചേർന്ന് കളിക്കും. ഒഫീഷ്യൽ അക്കൗണ്ടിൽ വരാതെ തന്നെ പണക്കാരനാകാനുള്ള എളുപ്പമാർഗമാണിത്. സർക്കാർ ഇറക്കിയ ശമ്പള ഉത്തരവുകളൊന്നും ആശുപത്രി അധികൃതർ നടപ്പാക്കിയിട്ടില്ല. അതിനെ ആരും ചോദ്യം ചെയ്തിട്ടുമില്ല. കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും രീതിയാണിത്. പിരിച്ച് പുട്ടടിച്ച് സുഖമായി കഴിയുക. കഴിഞ്ഞ ദിവസമാണ് ജാസ്മിൻ ഷായ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ അംഗം കൂടിയായ CP മുകേഷ് DGPക്ക് പരാതി നൽകിയത്. നഴ്സുമാരിൽ നിന്ന് പിരിച്ച മാസവരി ഉൾപ്പെടെ 3 കോടിയിലേറെ രൂപ ഭാരവാഹികൾ തട്ടിയെടുത്തെന്നാണ് മുൻ വൈസ് പ്രസിഡന്റ് CP മുകേഷ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെയും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നാണ് ജാസ്മിൻ ഷാ പ്രതികരിച്ചത്. നഴ്സുമാർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലാണ് കോടികളുടെ അഴിമതി ആരോപണം ഇപ്പോൾ ഉയർന്നത്. സമരങ്ങളുടെ നടത്തിപ്പിന് നഴ്സുമാർ സംഭാവന നൽകിയതും മാസവരി ഇനത്തിൽ സമരങ്ങൾക്ക് സംഭാവനയായി പിരിഞ്ഞു കിട്ടിയ 3 കോടിയിലേറെ രൂപയിൽ വെറും 8 ലക്ഷം മാത്രമേ ബാക്കിയുള്ളൂവെന്ന് അടുത്ത കാലം വരെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായിരുന്ന CP മുകേഷ് ആരോപണം ഉന്നയിച്ചതോടെയാണ് UN സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരുന്നത്. ഈ 3 കോടിയിൽ നിന്ന് ബാക്കി വന്ന തുക സംഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത പലരുടെയും അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിയതായും CP DGPക്ക് പരാതി നൽകി കഴിഞ്ഞു. തുക വകമാറ്റിയതിന്റെ രേഖകളടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് CBയെ 2 മാസം മുൻപ് സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നെന്നും ഇതിന്റെ വൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നുമായിരുന്നു ജാസ്മിൻ ഷാ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.